നമുക്കിന്ന് ഫ്ലവർ ഷോയ്ക്ക് ഒന്ന് പോവാട്ടോ. തറവാട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു. പൂക്കൾ കൊണ്ട് തീർത്ത വിസ്മയം കേട്ടോ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു. ഒരുപാട് ചെടികൾ കൊണ്ട് ഒരുപാട് ഡെക്കറേഷൻസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എനിക്കൊന്ന് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾ നല്ല കുറവാണ്. ആദ്യമൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ പറ്റ ആളും കുറഞ്ഞിട്ടുണ്ട്. സംഭവം മഴ ആയതുകൊണ്ടാണോ എന്ന് തോന്നുന്നു. ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ബത്തേരി പൂപ്പൊലി എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി നല്ല രസമാണെന്ന് പറഞ്ഞിട്ട് ഞാനിതുവരെ പോയിട്ടില്ല. പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, എപ്പോഴും പറ്റാറില്ല. നല്ല ഭംഗിയില്ലേ, പൂക്കൾ കൊണ്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ ഒന്നും അങ്ങനെ എടുക്കാൻ നിന്നില്ല, വീഡിയോ എടുക്കാൻ നിന്നു. ഇവിടെ ഇരുന്ന് മക്കളെ ഫോട്ടോ എടുത്തിട്ടോ. നല്ല രസമല്ലേ പൂക്കൾ കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ ഏട്ടൻ്റെ മക്കളാണ്, രണ്ടാൾ, അച്ചൂസും സച്ചൂസും, പിന്നെ നമ്മുടെ കുട്ടീസും. ഈ ഒരു ഫ്രെയിം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിർത്തി ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ആൾക്കാർ ഒഴിഞ്ഞില്ല, തിരക്കായിരുന്നു ഓരോരുത്തരുടെയും. പിന്നെ അതിന് നിന്നില്ല. ഞങ്ങൾ ഒന്നാമതേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് ഭംഗിയാലേ ഡാലിയ പൂക്കൾ കാണാൻ. ആദ്യം വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കിഴങ്ങാണ് നടുക. ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല. സ്റ്റാളുകളും പൊതുവെ കുറവായിരുന്നു ഇപ്രാവശ്യം. ആദ്യം തിങ്ങി നിറഞ്ഞ് സ്റ്റാളുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇപ്പോൾ അധികം സ്റ്റാളുകളൊന്നും ഉണ്ടായില്ല. കുറച്ച് ഫാൻസിയും കുറച്ച് ബുക്സൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫുഡിൻ്റെ സ്പോട്ടിലെത്തിയിട്ടോ. അവിടെ ഇതുപോലെ മുളക് ബജിയും കോളിഫ്ലവറും ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നതൊക്കെ കഴിച്ച് ഇറങ്ങി. പിന്നെ മക്കളെ കുറേ ഇതിലൊക്കെ കയറി. പിന്നെ ഇങ്ങോട്ട് പോന്നു. നാളെ രാവിലെ പോകാനുള്ളതുകൊണ്ട് വേഗം തിരിച്ച് പോവുകയും ചെയ്തു.